കുറേ കാലത്തിന് ശേഷം ഈ വേനൽക്കാലത്ത് ഞങ്ങൾക്ക് കുറേ മാങ്ങ കിട്ടി. കുറേ ഉപ്പിലിട്ടു, പിന്നെ കുറേ ഞങ്ങൾ പൂളിക്കഴിച്ചു. ഈ മാങ്ങയുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇതങ്ങോട്ട് പഴുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതങ്ങോട്ട് ഉണ്ടാകാൻ തുടങ്ങിയാൽ അങ്ങ് ഇഷ്ടം പോലെ ഉണ്ടാക്കും. അപ്പം എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിപ്പം കുറേ പൾപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ സീസൺ കഴിഞ്ഞാലും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ എന്നാൽ പിന്നെ ശകലം മാംഗോ ഐസ്ക്രീമും ഉണ്ടാക്കാം. ഇതൊക്കെ സക്സസ് ആവുമെന്ന് അറിയില്ല കേട്ടോ. എന്താണെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനുവേണ്ടി ആദ്യം ഈ മാങ്ങയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മുടെ ധനുജാനും ഉണ്ട് കേട്ടോ. കഴുകി വെച്ചിട്ട് അതൊന്ന് അരിഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. ഫസ്റ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിനായിട്ട് 2 കപ്പ് പാൽ തിളപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര ആഡ് ചെയ്തു. പിന്നെ 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഒന്ന് ചൂടാക്കി ഈ പാലിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നമ്മുടെ പാലുമായിട്ട് മിക്സ് ചെയ്ത് ഈ കിട്ടണ പരുവാവും. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. 2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ എടുത്തിട്ട് ഇത് ഒന്നുകൂടെ അടിക്കണം. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പൾപ്പ് ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് മാംഗോ പൾപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച മാംഗോ എടുത്ത് ഒരു ചട്ടിക്കകത്ത് നന്നായിട്ടിട്ട് ഇളക്കുക. സിമ്മിലിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി അതിനകത്തേക്ക് ഒരു പ്രിസർവേറ്റീവായിട്ട് നമ്മുടെ നാരങ്ങാനീര് ഉപയോഗിക്കാം. നാരങ്ങാനീര് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്നുകൂടെ ഇളക്കുക. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ എടുത്ത് വെച്ച പൾപ്പ് വെച്ച് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കിയതേ ഫസ്റ്റ് ജാനുവിന് കൊടുക്കാൻ പോവാ കേട്ടോ. എടാ, ജ്യൂസ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്തോ ജ്യൂസാ? എങ്ങനെയുണ്ട്? പിടിക്ക്. യെല്ലോ കളറിലെ ഇത് കുടിച്ചിട്ടുണ്ടോ നോക്ക്.